മുളയം വില്ലേജ് ഡിജിറ്റൽ സർവേ ക്യാമ്പ് ഓഫീസ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയം ടെക്നിക്കൽ ടീം സന്ദർശിച്ചു. മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനം സദ്ഭാവന ദിനമായി ആചരിച്ചു. തൃശൂരിൽ സവർക്കറുടെ കോലത്തിൽ ചെരുപ്പുമാല ഇടുവാനുള്ള KSU ശ്രമം പോലീസ് തടഞ്ഞു. വിശുദ്ധ എവുപ്രാസ്യ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിനെ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ പൂനംപ്ലാക്കൽ കൊടിയേറ്റി. വിശദമായ വാർത്തകളിലേക്ക്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയം ടെക്നിക്കൽ ടീം പരിശോധന നടത്തി. സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 140 ഭൂരഹിത ഭവനരഹിത കുടുംബങ്ങൾക്കായി വടക്കാഞ്ചേരി നഗരസഭയിലെ ചരൽപ്പറമ്പിൽ നിർമ്മാണം ആരംഭിച്ച ഭവന സമുച്ചയത്തിന്റെയും ആശുപത്രിയുടെയും നിർമ്മാണം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ലൈഫ് മിഷൻ ടെക്നിക്കൽ ടീം ഓരോ കെട്ടിടത്തിലും പ്രത്യേകം സൂക്ഷ്മ പരിശോധന നടത്തി. CVR ചിറ്റിലപ്പള്ളി MLA, വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു. റീജിയണൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ലാബിന്റെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർമാരും അടങ്ങുന്ന വിദഗ്ധ സമിതി കെട്ടിടങ്ങളുടെ സാങ്കേതിക ക്ഷമത പരിശോധിച്ച് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരുന്നു. തുടർന്ന് കെട്ടിടങ്ങളുടെ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി പരിശോധിക്കുവാൻ NIT കാലിക്കറ്റിനെ സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തി. NIT കാലിക്കറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ വിശദമായ പരിശോധനയിൽ കെട്ടിടങ്ങൾ സ്ട്രക്ചറലായി ബലമുള്ളവയാണെന്ന് അഭിപ്രായപ്പെട്ടതായാണ് മനസ്സിലാക്കുന്നത്. NIT തയ്യാറാക്കിയ പരിശോധനാ റിപ്പോർട്ട് പഠിച്ച് സ്വീകരിക്കേണ്ട തുടർ നടപടികൾ സംബന്ധിച്ച് റിപ്പോർട്ട് നൽകുവാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ലൈഫ് മിഷനെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ലൈഫ് മിഷൻ ചീഫ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവരുടെ ടെക്നിക്കൽ ടീം ചരൽപ്പറമ്പിലെത്തി കെട്ടിട സമുച്ചയങ്ങൾ പരിശോധിച്ചത്. നിയമോപദേശം ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ലൈഫ് മിഷൻ തുടർ നടപടികൾ സ്വീകരിക്കും. സ്വന്തമായി വീടും ഭൂമിയുമില്ലാത്ത 140 കുടുംബങ്ങൾക്ക് താമസിക്കുന്നതിനായി വിഭാവനം ചെയ്ത പദ്ധതിയുടെ നിർമ്മാണം പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ CVR ചിറ്റിലപ്പള്ളി MLA സബ്മിഷൻ ഉന്നയിച്ചിരുന്നു. നിയമവശങ്ങൾ പരിശോധിച്ച് എത്രയും വേഗം നിർമ്മാണം പുനരാരംഭിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരുന്നതായി മറുപടിയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി വ്യക്തമാക്കി. 97,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ 140 ഭവനങ്ങളും 4,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ ആശുപത്രി സമുച്ചയവും പൂർത്തിയാക്കാൻ 20 കോടി രൂപയും റോഡ് സംരക്ഷണ ഭിത്തി, കുടിവെള്ള പദ്ധതി, വൈദ്യുതി തുടങ്ങിയവ സജ്ജമാക്കുന്നതിനായി 10 കോടി രൂപയും ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. ഇതിനാവശ്യമായ ഫണ്ട് ലൈഫ് മിഷനോ സന്നദ്ധ സംഘടനകളോ വഴി കണ്ടെത്തണമെന്നും CVR ചിറ്റിലപ്പള്ളി MLA ആവശ്യപ്പെട്ടിരുന്നു. 4 പാർപ്പിട ബ്ലോക്കുകളുടെ നിർമ്മാണം 35%, ഒരു ആശുപത്രി ബ്ലോക്കിന്റെ നിർമ്മാണം 60% പൂർത്തിയായ ഘട്ടത്തിലാണ് അന്നത്തെ വടക്കാഞ്ചേരി MLA ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് CBIക്ക് പരാതി നൽകുകയും മാധ്യമ വാർത്തകളെയും വ്യവഹാരങ്ങളെയും തുടർന്ന് 2020 ഒക്ടോബറിൽ നിർമ്മാണം നിർത്തിവെക്കുകയും ചെയ്യുന്ന നിലയിലുണ്ടായത്. തുടർ നടപടികൾക്ക് സഹായകരമായ വിധത്തിൽ കാടുകയറി കിടക്കുന്ന പദ്ധതി പ്രദേശം വൃത്തിയാക്കുന്നതിനുള്ള നടപടി നഗരസഭയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു വരികയാണ്. വ്യവഹാര നടപടികൾ വേഗത്തിൽ അവസാനിപ്പിച്ച് ഭവന സമുച്ചയത്തിന്റെയും ആശുപത്രിയുടെയും നിർമ്മാണം പുനരാരംഭിക്കണമെന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാടെന്ന് മന്ത്രി MB രാജേഷ് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഇതിനുള്ള ശ്രമങ്ങളാണ് തുടരുന്നതെന്നും CVR ചിറ്റിലപ്പള്ളി MLA വ്യക്തമാക്കി. മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് അധ്യക്ഷനുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ ജന്മദിനം സദ്ഭാവന ദിനമായി ആചരിച്ചു. അനുസ്മരണ യോഗം മണ്ഡലം പ്രസിഡന്റ് MU മുത്തു അധ്യക്ഷത വഹിച്ചു. പാണഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KN വിജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോണി അരിമ്പൂർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. കോൺഗ്രസ് നേതാക്കളായ MG രാജൻ, ഭാസ്കരൻ K മാധവൻ, സഫിയ നിഷാദ്, ബേബി പാലിയൊലിക്കൽ, അശോകൻ TC തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. നേതാക്കളായ ജിജോ ജോർജ്, സഫിയ ജമാൽ, NM ചന്ദ്രൻ, രാജേഷ് VR, പ്രദീപ് VS, KB ലൂക്കോസ്, സണ്ണി രാജൻ, ബെന്നി തേർമടം, KK കാസിം, കരീം ഖാൻ, ഫിലോമിന ജോസ്, KH റംലത്ത്, മേജോ മോസസ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
പാലിയേക്കര ടോൾ സുപ്രീം കോടതി വിധി ചരിത്ര വിധി, ജനങ്ങളോടൊപ്പമുള്ള വിധിയെന്ന് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. പാലിയേക്കര ടോൾ താൽക്കാലികമായി നിർത്തലാക്കിയ വിധിക്കെതിരെയുള്ള NHI നൽകിയ അപ്പീൽ തള്ളിയ സുപ്രീം കോടതി വിധി ചരിത്രവിധിയാണെന്നും അത് ജനങ്ങളോടൊപ്പമുള്ള വിധിയാണെന്നും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഹൈക്കോടതിയിലെ ഹർജിക്കാരൻ എന്ന നിലയിൽ വിധിയിൽ അതിയായി സന്തോഷിക്കുന്നു. ഞങ്ങൾ ഉന്നയിച്ച ഓരോ കാര്യങ്ങളും ശരിവെക്കുന്ന വിധിയാണ് പരമോന്നത കോടതിയിൽ നിന്നുണ്ടായതെന്നും ഇനിയും കരാർ കമ്പനിയുടെ ലംഘനത്തിനെതിരെ പോരാടുവാൻ ഊർജം നൽകുന്നു. 4 ആഴ്ച കഴിയുമ്പോൾ ഹൈക്കോടതി കേസെടുക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ട സംസ്ഥാന സർക്കാർ മൗനം വെടിഞ്ഞ് ഇനിയെങ്കിലും കമ്പനിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം. ജനങ്ങൾക്ക് സുഗമമായ ഗതാഗതം അനുവദിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. പാലിയേക്കര ടോൾ താൽക്കാലികമായി നിർത്തലാക്കിയ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിക്കെതിരെ NHI സുപ്രീം കോടതിയിൽ നൽകിയ അപ്പീൽ തള്ളിയ സുപ്രീം കോടതിയുടെ വിധി ചരിത്ര വിധിയാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മാത്രമല്ല, അത് ജനങ്ങളോടൊപ്പമുള്ള വിധിയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ ഹർജിക്കാരൻ എന്ന നിലയിൽ ഈ വിധിയിൽ അതിയായി സന്തോഷിക്കുകയാണ്. മാത്രമല്ല, ഞങ്ങൾ ഉന്നയിച്ച ഓരോ കാര്യങ്ങളും ടോൾ കരാർ കമ്പനിക്കെതിരെ ഞങ്ങൾ പുറത്തു കൊണ്ടുവന്ന ഓരോ ക്രമക്കേടുകളും കരാർ ലംഘനങ്ങളും ശരിവെക്കുന്ന രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം ശരിവെക്കുന്ന ഒരു വിധിയാണ് എന്നതിൽ അതിയായി സന്തോഷിക്കുന്നു. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇനിയെങ്കിലും അവരുടെ കണ്ണു തുറക്കട്ടെ. പരമോന്നത നീതിപീഠം ഈ ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ ശരിവെക്കുമ്പോൾ ഇനിയെങ്കിലും 4 ആഴ്ച കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വരുന്ന കേസിൽ മൗനം വെടിഞ്ഞ് സംസ്ഥാന സർക്കാർ ഒരു നിലപാട് സ്വീകരിക്കണം. ഈ പാലിയേക്കര ടോൾ കരാർ കമ്പനിക്കെതിരെ ശക്തമായ നിലപാട് ജനങ്ങൾക്ക് വേണ്ടി കൈക്കൊള്ളാൻ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജനങ്ങളുടെ സുഗമമായ യാത്ര അത് സംസ്ഥാന സർക്കാരിൻ്റെ കൂടെ ഉത്തരവാദിത്തമെന്ന് തെളിയിക്കുന്ന ഒരു വിധി കൂടിയാണെന്നാണ് എനിക്ക് പറയുന്നത്. തൃശൂരിൽ സവർക്കറുടെ കോലത്തിൽ ചെരിപ്പുമാല ഇടുവാനുള്ള KSUവിന്റെ ശ്രമം പോലീസ് തടഞ്ഞു. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത്. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിലെ ലീഡർ സ്ക്വയറിന് സമീപമായിരുന്നു പ്രതിഷേധം നടത്തുവാൻ ഒരുങ്ങിയത്. വിവരം അറിഞ്ഞെത്തിയ ടൗൺ വെസ്റ്റ് പോലീസ് ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി. പ്രതിഷേധം നടന്നാൽ ഉണ്ടാകാവുന്ന സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് അറസ്റ്റ്. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ സ്വാതന്ത്ര്യദിന പോസ്റ്ററിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിന് മുകളിൽ സവർക്കർ ചിത്രം നൽകിയതിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. സംസ്ഥാനത്ത് ഓണക്കിറ്റ് വിതരണം ഓഗസ്റ്റ് 26 മുതലെന്ന് മന്ത്രി GR അനിൽ. ആദ്യഘട്ടത്തിൽ AAY വിഭാഗത്തിനും ക്ഷേമ സ്ഥാപനങ്ങൾക്കുമാണ് കിറ്റ് വിതരണം ചെയ്യുക. കിറ്റിൽ 14 ഇന സാധനങ്ങൾ ലഭ്യമാക്കും. സെപ്റ്റംബർ 4-ന് വിതരണം പൂർത്തിയാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഒരു റേഷൻ കാർഡിന് 20 കിലോ അരി 25 രൂപ നിരക്കിൽ ലഭിക്കും. BPL APL കാർഡ് എന്ന വ്യത്യാസമില്ലാതെ ലഭിക്കും. 250-ലധികം ബ്രാൻഡഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് ഓഫറുകൾ ലഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അരിപ്പൊടി, ഉപ്പ്, പഞ്ചസാര, മട്ട അരി, പായസം മിക്സ് എന്നിവയാണ് പുതുതായി പുറത്തിറക്കിയ സാധനങ്ങൾ. ഓണം പ്രമാണിച്ച് വലിയ വിലക്കുറവിൽ ലഭിക്കും. സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറിൽ ഇത്തവണ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തും. വെളിച്ചെണ്ണയുടെ വില മാർക്കറ്റിൽ കുറച്ചു വരുവാനുള്ള കാര്യങ്ങൾ അന്തിമഘട്ടത്തിലാണെന്നും മന്ത്രി അറിയിച്ചു. വിലക്കുറവിൽ സംസ്ഥാന വ്യാപകമായി ഇത്തവണയും സപ്ലൈകോ ഓണച്ചന്ത നടത്തും. വിവിധ ഇനം സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ശബരി ഉൽപ്പന്നങ്ങൾ, മറ്റ് FMCG ഉൽപ്പന്നങ്ങൾ, മിൽമ ഉൽപ്പന്നങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, പഴം, ജൈവ പച്ചക്കറികൾ എന്നിവ വിൽപ്പന നടത്തും. തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനം സദ്ഭാവന ദിനമായി ആചരിച്ചു. തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് നടന്ന പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VM കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജെയ്സൺ മാത്യു അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ VG സുരേഷ് കുമാർ, വർഗീസ് വാഗയിൽ, എൽദോ തോമസ്, യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് O ശ്രീകൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ ജോണി ചിറ്റിലപ്പള്ളി, PV വിനയൻ, ജോഷി കല്ലിയേൽ, സേവാദൾ ബ്ലോക്ക് ചെയർമാൻ ബൈജു ഐനിക്കൽ, ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PK അനിൽകുമാർ, KPCC വിചാർ വിഭാഗ് മണ്ഡലം ചെയർമാൻ NJ ഐസക്,
പ്രവാസി കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി AK വാവുട്ടി, ന്യൂനപക്ഷ സെൽ ബ്ലോക്ക് ചെയർമാൻ KA കമ്മു, കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഗിരീഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. നേതാക്കളായ ജോൺ ഉൽഹന്നാൻ, രാഘവൻ അടങ്ങളം, PK മോഹനൻ, TA ബാലകൃഷ്ണൻ, ജോസഫ് പെരുന്താനി, രാമൻ കാക്കാട്ട്, CV വിജയൻ, സണ്ണി വടക്കൂടൻ, നിക്സൺ ആലപ്പാട്ട്, ആന്റോ നീലങ്കാവിൽ, ബൈജു മാപ്പിളപ്പറമ്പിൽ, ഷൈജു കളരിക്കൽ, വാസുദേവൻ കണ്ണകി, സനൽ സണ്ണി, ഉണ്ണിക്കുട്ടൻ പുന്നംപറമ്പ്, സജി മണലിത്തറ, രാംദാസ് പുന്നംപറമ്പ്, അനിൽ മേപ്പാടം തുടങ്ങിയവർ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗത്തിനും നേതൃത്വം നൽകി. മാരാത്തുകുന്ന് റെയിൽവേ മേൽപ്പാലം ടോപ്പോ ട്രാഫിക് സർവേ ആരംഭിച്ചു. മാരാത്തുകുന്ന് റെയിൽവേ മേൽപ്പാലത്തിന്റെ അലൈൻമെന്റ് തയ്യാറാക്കുന്നതിനുള്ള ടോപ്പോഗ്രാഫിക്കൽ സർവേ ആരംഭിച്ചതായി സേവ്യർ ചിറ്റലപ്പള്ളി MLA അറിയിച്ചു. അലൈൻമെന്റ് കടന്നുപോകുന്ന പ്രദേശത്ത് നിലവിലുള്ള റെയിൽവേ ട്രാക്കുകളുടെയും റോഡുകളുടെയും വീടുകളുടെയും മറ്റ് കെട്ടിടങ്ങളുടെയും ഘടനയും ഗ്രൗണ്ട് ലെവലും ടോപ്പോഗ്രാഫിക്കൽ സർവേയിൽ രേഖപ്പെടുത്തും. വയലുകളും തോടുകളും മറ്റും ജലസ്രോതസ്സുകളും ടോപ്പോഗ്രാഫിക്കൽ സർവേയുടെ ഭാഗമാകും. സർവേ പൂർത്തിയാക്കി സാങ്കേതിക വശങ്ങളും സാമൂഹിക ആഘാതവും പരിഗണിച്ചാണ് മേൽപ്പാലത്തിന്റെ അലൈൻമെന്റ് തയ്യാറാക്കുക. അലൈൻമെന്റ് തയ്യാറായാൽ മേൽപ്പാലത്തിന്റെ ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിംഗ് പൂർത്തിയാക്കി റെയിൽവേ അധികൃതർക്ക് സമർപ്പിക്കും. GADക്ക് റെയിൽവേയിൽ നിന്നും അംഗീകാരം ലഭിച്ചതിനു ശേഷം മാത്രമേ അപ്രോച്ച് റോഡിന്റെ അലൈൻമെന്റ് അന്തിമമാക്കാനാകൂ. രാജ്യത്താകമാനം ഭൂമി ഏറ്റെടുക്കലിൽ ന്യായമായ നഷ്ടപരിഹാരത്തിനും സുതാര്യതയ്ക്കും പുനരധിവാസത്തിനുമുള്ള ആക്ട് പ്രകാരമുള്ള ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ ഏറെ സങ്കീർണവും സമയമെടുക്കുന്നതുമാണ്. എറണാകുളം ഷൊർണൂർ സെക്ഷനിൽ റെയിൽവേ പുതുതായി നിർമ്മിക്കുവാൻ ഉദ്ദേശിക്കുന്ന 3ഉം 4ഉം ട്രാക്കുകളുടെ അലൈൻമെന്റുമായി ബന്ധപ്പെട്ട് മേൽപ്പാലങ്ങളുടെ രൂപരേഖയ്ക്ക് റെയിൽവേയുടെ അംഗീകാരം വൈകുന്ന സ്ഥിതിയുണ്ടായിരുന്നു. എന്നാൽ നിർദ്ദിഷ്ട മാരാത്തുകുന്ന് റെയിൽവേ മേൽപ്പാലത്തിന് പുതിയ ട്രാക്കുകളുമായി ബന്ധപ്പെട്ട ക്ലിയറൻസ് നൽകി ജൂലൈ 23-ന് ദക്ഷിണ റെയിൽവേ ഉത്തരവായി. ലെവൽ ക്രോസുകൾ ഇല്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായി വടക്കാഞ്ചേരി കരുമത്ര റോഡിൽ മാരാത്തുകുന്ന് ലെവൽ ക്രോസ് നമ്പർ 7 റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതിന് നിർവഹണ ഏജൻസിയായി സംസ്ഥാന സർക്കാരിന്റെയും റെയിൽവേയുടെയും സംയുക്ത സംരംഭമായ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനെ ചുമതലപ്പെടുത്തി ഏപ്രിൽ സംസ്ഥാന സർക്കാർ ഉത്തരവായിരുന്നു. നിർദ്ദിഷ്ട വടക്കാഞ്ചേരി ബൈപ്പാസ് റോഡ് മാരാത്തുകുന്ന് റെയിൽവേ മേൽപ്പാലത്തിന്റെ അടിയിലൂടെ കടന്നുപോകുന്ന രീതിയിലാണ് രൂപരേഖ തയ്യാറാക്കുക. മാരാത്തുകുന്ന് റെയിൽവേ ഗേറ്റിൽ നിന്ന് കൊടുങ്ങല്ലൂർ ഷൊർണൂർ സംസ്ഥാന പാതയിലേക്കുള്ള ദൂരക്കുറവും ഗേറ്റിനടുത്തുള്ള കൊടുംവളവും പരിഗണിച്ചുള്ള അലൈൻമെന്റാണ് പരിഗണനയിലുള്ളത്. ഓട്ടുപാറയിൽ നിന്നും മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡ് ആരംഭിക്കുന്ന രീതിയിലാണ് പ്രാഥമിക പഠനങ്ങൾ പുരോഗമിക്കുന്നതെന്നും സേവ്യർ ചിറ്റലപ്പള്ളി MLA പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് കേരയിൽ കോർപ്പറേഷനെ സംസ്ഥാന ഗവൺമെൻറ് ഇതിൻ്റെ നിർവഹണ ഏജൻസിയായി ഏൽപ്പിക്കുന്നു. കേരയിൽ കോർപ്പറേഷനെ ഏൽപ്പിച്ച ഉടനെ തന്നെ അവർ ഇതിൻ്റെ GAD തയ്യാറാക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി അതിൻ്റെ സോയിൽ ടെസ്റ്റ് നടപടികൾ നേരത്തെ നടത്തിയിരുന്നു. സോയിൽ ടെസ്റ്റ് നടപടികൾക്ക് ശേഷം ഇപ്പോൾ ടോപ്പോഗ്രാഫിക് സർവേ ആണ് ഇന്ന് ആരംഭിക്കുന്നത്. ടോപ്പോഗ്രാഫിക് സർവേ ഈ അലൈൻമെൻറ്റ് പൂർണ്ണമായിട്ട് തയ്യാറാക്കുക, കെട്ടിടങ്ങൾ, തോടുകൾ, ഭൂമിയുടെ ലെവല് ഇതെല്ലാം ചേർത്ത് ഒരു അലൈൻമെൻറ്റ് ആദ്യം തയ്യാറാക്കിയിട്ട് പരമാവധി സാമൂഹ്യാഘാതമില്ലാതെ എങ്ങനെ അത് കൈകാര്യം ചെയ്യാമെന്നതിനെ സംബന്ധിച്ച് അത് ഡിജിറ്റലായി തന്നെ പരിശോധിക്കുന്ന ഒരു പുതിയ ടെക്നോളജി വെച്ചാണ് ടോപ്പോഗ്രാഫിക് സർവേ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ടോപ്പോഗ്രാഫി സർവേക്ക് ശേഷം ഈ അലൈൻമെൻറ്റ് തയ്യാറാക്കിയിട്ടാണ് ആ അലൈൻമെൻറ്റ് അനുസരിച്ച് വേണം GAD തയ്യാറാക്കാൻ. GAD എന്ന് പറയുന്നത് റെയിൽവേയുടെ പോർഷനിലുള്ള ഭാഗം തയ്യാറാക്കണം. അപ്പോൾ അതോടൊപ്പം തന്നെ നിലവിലുള്ള നമ്മുടെ ബൈപ്പാസും ചേർന്ന് എങ്ങനെ വേണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വിശദമായ ഒരു അലൈൻമെൻറ്റ് തയ്യാറാക്കുന്ന നടപടിയാണ് ആരംഭിക്കുന്നത്. നമുക്കറിയാം, ഈ അലൈൻമെൻറ്റ് തയ്യാറാക്കിയാലും ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വീണ്ടും ഒട്ടേറെ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഭൂമി ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ തന്നെ ഈ അലൈൻമെൻറ്റ് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 81ാം ജന്മദിനം തിരുവമ്പാടി ഡിവിഷൻ കോൺഗ്രസ് കമ്മിറ്റി ആഘോഷിച്ചു. ഡിവിഷൻ പ്രസിഡന്റ് രാമപ്രസാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DCC ജനറൽ സെക്രട്ടറി സജി പോൾ മാടശ്ശേരി ഉദ്ഘാടനം ചെയ്തു.
അയ്യന്തോൾ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രമേശ് കൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി. പ്രൊഫസർ VG തമ്പി, പ്രൊഫസർ റോസി തമ്പി, സെബാസ്റ്റ്യൻ ചേട്ടൻ, ഡോക്ടർ സാബു ജോൺ, ബാബു, ഹേമലത, നളിനി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. വിശുദ്ധ എയൂപ്രാസ്യ അതിരൂപത തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിനോടനുബന്ധിച്ചുള്ള കൊടിയേറ്റം തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ കൂനംപ്ലാക്കൽ നിർവഹിച്ചു. തിരുനാളിനോടനുബന്ധിച്ച് വിശ്വാസികൾക്ക് വിതരണം ചെയ്യുവാനുള്ള നേർച്ച പാക്കറ്റുകൾ തയ്യാറാക്കി കഴിഞ്ഞു. 1,00,000 പേർക്കാണ് നേർച്ച പാക്കറ്റ് തയ്യാറാക്കിയത്. 24-ന് വൈകിട്ട് വാഹന വെഞ്ചരിപ്പ് നടക്കും. 27-ന് വൈകിട്ട് വൈദ്യുത ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മവും നടത്തും. തിരുനാൾ ദിനമായ ഓഗസ്റ്റ് 29-ന് രാവിലെ 7-ന് നടക്കുന്ന ദിവ്യബലിക്ക് തീർത്ഥകേന്ദ്രം മുൻ റെക്ടർ ഫാദർ റാഫേൽ വടക്കൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ഊട്ടുനേർച്ച വെഞ്ചരിപ്പ് നടക്കും. രാവിലെ 8 മണി മുതൽ ഉച്ചകഴിഞ്ഞ് 5 വരെയാണ് ഊട്ടുനേർച്ച ഭക്ഷണം വിതരണം നടത്തുക. രാവിലെ 10-ന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ സനൽ മാളിയേക്കൽ തിരുനാൾ സന്ദേശം നൽകും. ഫാദർ ബ്രിൽവിൽ ഒലക്കെങ്കിൽ സഹകാർമ്മികത്വം വഹിക്കും. ഉച്ചയ്ക്ക് 12 മണിക്ക് തീർത്ഥകേന്ദ്രത്തിൽ നിന്നും ഒല്ലൂർ മേരിമാതാ പള്ളിയിലേക്ക് ജപമാല പ്രദക്ഷിണവും വൈകിട്ട് 5-ന് നടക്കുന്ന ദിവ്യബലിക്ക് രാമനാഥപുരം ബിഷപ്പ് മാർ പോൾ ആലപ്പാട്ട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഇന്ന് മുതലാണ് കൊടികയറ്റം. ഇന്ന് കാലത്ത് 11 മണിക്ക് കുർബാന തുടങ്ങും. 3 മണിക്ക് 5 മണിക്കാണ് ആഘോഷമായ പാട്ട് കുർബാന. അതിനുശേഷമാണ് തിരുനാളിൽ ഭാഗമായിട്ടുള്ള കൊടികയറ്റം. അപ്പോൾ ഈ വരുന്ന ദിവസങ്ങൾ 9 ദിവസവും തുടർച്ചയായി ഇതേപോലെ കുർബാനകൾ ഉണ്ടായിരിക്കും. ആ കുർബാനകളൊക്കെ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു പോകുന്നവർക്കൊക്കെ നമ്മൾ നേർച്ച വിതരണം കൊടുക്കുന്നതാണ് ഈ പൊരിയാണ് നമ്മൾ നേർച്ചയുള്ളത്. അതിന് തയ്യാറെടുപ്പാണ് നമ്മുടെ വളണ്ടിയർ കമ്മിറ്റിയിലെ സ്ത്രീകളാണ് വന്നിട്ട് ഇതിന് നമുക്ക് നേതൃത്വം നൽകുന്നത്. 10 ചാക്കോളം പൊരി, 2 ചാക്ക് അവിലാണ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിറച്ചത്. അതിൽ കൂടുതൽ നമ്മൾ ഈ പ്രാവശ്യം കരുതുന്നുണ്ട്. ഓണം വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളുടെ ഒരു പ്രവാഹം തന്നെ ഇവിടേക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഓരോ ദിവസവും ഓരോരുത്തരും ഒരു പ്രത്യേക നിയോഗം വെച്ച് ഓരോ നേർച്ച വിതരണം ആ കുടുംബാംഗങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ അതും ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെ എല്ലാവരും ഈ വരുന്ന ദിവസങ്ങളിൽ ഇവിടെ ഈ പ്രത്യേകം നമ്മുടെ പ്രസമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവരുടെ ഈ കബറിടം സന്ദർശിക്കുന്നതിന് വേണ്ടി വഴിയകലെന്ന് പോലും കോട്ടയം ഓരോ ജില്ലകളിൽ നിന്നും ബസ് പിടിച്ചിട്ടാണ് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവും. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദമായി ക്ഷണിച്ചോളൂ. നീന്തലിൽ താരമായി സുരേഷ് ബാബു. തൊടുപുഴയിൽ നടന്ന സംസ്ഥാന മാസ്റ്റേഴ്സ് നീന്തൽ മത്സരത്തിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി പുത്തൂർ ഇരവിമംഗലം സ്വദേശി സുരേഷ് ബാബു. ഇടുക്കി ജില്ലാ അക്വാട്ടിക് അസോസിയേഷൻ സംഘടിപ്പിച്ച മത്സരത്തിലാണ് സുരേഷ് ബാബു സ്വർണവും വെള്ളിയും കരസ്ഥമാക്കിയത്. കേരള കാർഷിക സർവകലാശാല ഉദ്യോഗസ്ഥനായ ഇദ്ദേഹം റിട്ടയർഡ് നാവികസേന ഉദ്യോഗസ്ഥനും സന്തോഷ് ട്രോഫി മുൻ കോച്ചുമാണ്. ഇനിയൊരു ഇടവേള. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീ കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487 237 2374.
മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. രാജീവ് ഗാന്ധി ജന്മദിനത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ 81ാം ജന്മദിനത്തോടനുബന്ധിച്ച് കരുമത്ര 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ സംഗം ഓഫീസിൽ രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിനു മുൻപിൽ പുഷ്പാർച്ചനയും തുടർന്ന് രാജീവ് ഗാന്ധി അനുസ്മരണവും നടത്തി. INTUC തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് VA ഷാജി ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാടവന അധ്യക്ഷനായി. ഭാരവാഹികളായ സന്തോഷ് എറക്കാട്, AA ബഷീർ, KC സെബാസ്റ്റ്യൻ, CP ഔസേഫ്, CO അലോഷ്യസ് തുടങ്ങിയവർ സംസാരിച്ചു. AB സഞ്ജയ്, PJ ഷാരോൺ, AB ആഷിഖ്, KA സാബു, AP ജോസ്, PA അബു, PT വർഗീസ്, PA ത്രേസ്യ തുടങ്ങിയവർ പങ്കെടുത്തു. ഏതാനും ദിവസമായി തുടരുന്ന കനത്ത മഴയെ തുടർന്ന് മനക്കൊടി പുള്ളു റോഡിൽ വീണ്ടും വെള്ളം കയറി. PWD റോഡിനോട് ചേർന്ന ഇറിഗേഷൻ കനാലിൽ നിന്ന് കവിഞ്ഞൊഴുകി സമീപത്തെ വാരിയം പടവ് നിറഞ്ഞതിനെ തുടർന്നാണ് റോഡ് വെള്ളത്തിൽ മുങ്ങിയത്. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം ദുഷ്കരമായി. ഈ റോഡ് 85 ദിവസം വെള്ളത്തിൽ മുങ്ങിക്കിടന്നതിനു ശേഷം വെള്ളമൊഴിഞ്ഞ് ഗതാഗതം സാധാരണ നിലയിൽ ആയിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ. ഈ റോഡ് 1 കിലോമീറ്റർ ദൈർഘ്യത്തിൽ 1 മീറ്റർ ഉയർത്തി പുനർനിർമ്മിക്കണമെന്ന് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും വർഷങ്ങളായുള്ള ആവശ്യത്തോട് പൊതുമരാമത്ത് വകുപ്പ് അനുകൂല നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമായിരിക്കെ മനക്കൊടിയിലെ കർഷക പ്രതിനിധികൾ ഈയിടെ തിരുവനന്തപുരത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രശ്നപരിഹാരം തേടിയിരുന്നു. റോഡ് വെള്ളത്തിൽ മുങ്ങുന്നത് മൂലം ടൂറിസം കേന്ദ്രത്തിലേക്ക് സഞ്ചാരികൾക്ക് വരുവാൻ പറ്റാത്ത സ്ഥിതിയാണ്. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാത വിഷയത്തിൽ NHAI അധികൃതർ നൽകിയ ഹർജിയിൽ സംസ്ഥാന സർക്കാരിന്റെ മൗനം സംശയാസ്പദമെന്ന് യൂത്ത് കോൺഗ്രസ്. സുപ്രീം കോടതി 2 തവണ കേസ് പരിഗണിച്ചിട്ടും സർക്കാരിന്റെ അഭിഭാഷകനോ സ്റ്റാൻഡിംഗ് കൌൺസിലർമാരോ ഹാജരാകാതിരുന്നത് കമ്പനിയെ സഹായിക്കാനാണെന്നും ദേശീയപാത നിർമ്മാണത്തിൽ പൊതുമരാമത്ത് വകുപ്പിനെ ആക്ഷേപമില്ല എന്ന കമ്പനിയുടെ വാദം സർക്കാരിന്റെ അറിവോടെയാണ് എന്ന് വ്യക്തമാക്കണമെന്നും തൃശൂർ പ്രസ് ക്ലബ് നടന്ന വാർത്താ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് ആവശ്യപ്പെട്ടു. കളക്ടർ ടോൾ നിരോധിച്ച് ഇറക്കിയ ഉത്തരവ് സ്വയം പിൻവലിക്കുവാനുണ്ടായ സാഹചര്യം സംസ്ഥാന സർക്കാരിന്റെ ടോൾ കമ്പനിയുമായുള്ള ഒത്തുകളിയാണെന്നും അദ്ദേഹം ആരോപിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാൻ 4 ആഴ്ച സമയം ആവശ്യപ്പെട്ട കമ്പനി 2 ആഴ്ച പൂർത്തിയായിട്ടും ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിന് വേണ്ട നടപടികൾ ഒന്നും ചെയ്യാതിരിക്കുന്ന സമയത്തും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നിശബ്ദത പാലിച്ചത് ദുരൂഹമാണ്. കൂടാതെ തമിഴ്നാട് സർക്കാരിന്റെ ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട കമ്പനിയാണെന്ന് അറിഞ്ഞിട്ടും അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അപാകതയുണ്ടെന്ന് വ്യക്തമായിട്ടും അവരെ തന്നെ നിർമ്മാണമേൽപ്പിച്ച സർക്കാരിന്റെ നിലപാടിലും ദുരൂഹതയുണ്ടെന്ന് ജിനീഷ് ആരോപിച്ചു. മന്ത്രി K രാജനും MLA KK രാമചന്ദ്രനും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളോടും ആവശ്യങ്ങളോടും മുഖം തിരിഞ്ഞു നിൽക്കുന്നത് കമ്പനിയുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കണമെന്നും ജിനീഷ് പറഞ്ഞു. ജനങ്ങളുടെ സമയത്തിനും ബുദ്ധിമുട്ടുകൾക്കും വില കൽപ്പിക്കാത്തവരായി സംസ്ഥാന സർക്കാർ മാറിയെന്നും അതിനാൽ സർക്കാരിന്റെ ഭാഗമായ K രാജനും KK രാമചന്ദ്രനും ജനങ്ങളോട് മാപ്പ് പറയുവാൻ തയ്യാറാകണമെന്നും സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ആവശ്യപ്പെട്ടു. ദേശീയപാത 544 ടോൾ പിരിവ് മണ്ണുത്തി ഇടപ്പള്ളി റോഡിന്റെ സ്ട്രക്ചറിലെ ടോൾ പിരിവ്
ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് മുമ്പാകെ ഒരു പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ച വ്യക്തി നിലയിലാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത്. കൂടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ടോൾ പിരിവ് നിർത്തലാക്കിക്കൊണ്ട് 4 ആഴ്ചക്കാലത്തേക്ക് നിർത്തലാക്കിക്കൊണ്ട് ഹൈക്കോടതി നൽകിയ ഉത്തരവിനെ ചോദ്യം ചെയ്ത് NHA നൽകിയ ഹർജി തള്ളിക്കൊണ്ട് സുപ്രധാനമായ ഒരു വിധി പ്രഖ്യാപിക്കുകയുണ്ടായി. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷാപരമായ ഒരു ഇടപെടലാണ് സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഭാഗത്ത് നിന്നുണ്ടായത്. പക്ഷെ അതേസമയം തന്നെ അതിൽ ചില കാര്യങ്ങളെ പറയാതെ പോകാൻ സാധിക്കില്ല. ഒന്ന്, 2 തവണ ഈ കേസ് സുപ്രീം കോടതിയിൽ വാദത്തിന് വന്നു. 2 തവണയും സംസ്ഥാന ഗവൺമെന്റ് അവിടെ സർക്കാരിന്റെ അഭിഭാഷകരോ സ്റ്റാൻഡിംഗ് കൗൺസിലർ ആളുകളോ ഹാജരായില്ലെന്ന് മാത്രമല്ല, സർക്കാരിന്റെ ഒരു ഭാഗം പറയാൻ അവിടെ ഒരാൾ പോലും ഉണ്ടായില്ല. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന് ദേശീയപാത 544 നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആക്ഷേപമില്ല എന്നുള്ള തരത്തിലുള്ള വാദം ഉൾപ്പെടെ അവിടെ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ആളുകൾ ഉന്നയിക്കുന്ന ഒരു ഘട്ടമുണ്ടായി. സർക്കാരിന്റെ വാദം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, സർക്കാരിന് ദേശീയപാത 544 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ഗുരുതരമായ ഗതാഗത കുരുക്കിലും അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ പോരായ്മയിലും സംസ്ഥാന ഗവൺമെന്റിന് യാതൊരുവിധ ആക്ഷേപമില്ല എന്ന കമ്പനിയുടെ വാദം സ്വർണ്ണവില കുത്തനെ താഴോട്ട്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും ഇടിവാണ് സംഭവിച്ചിട്ടുള്ളത്. 1 പവൻ സ്വർണത്തിന് ഇന്ന് മാത്രം 440 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ 1 പവൻ സ്വർണത്തിന്റെ വില 73,440 രൂപയായി. ഇന്നലെ 73,880 രൂപയായിരുന്നു. 9,180 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ നിരക്ക്. ഇന്നലെ 9,235 രൂപയായിരുന്നു ഗ്രാമിന്. ഓഗസ്റ്റ് 8-ൽ 75,760 രൂപയായിരുന്നു ഈ മാസത്തെ സ്വർണത്തിന്റെ ഉയർന്ന നിരക്ക്. 9-ാം തീയതി മുതൽ കുറയുന്ന പ്രവണതയാണ് സ്വർണ്ണ വിപണിയിലുണ്ടായിരുന്നത്. ഓഗസ്റ്റ് 1-ലെ 73,200 രൂപയാണ് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞത്. ഡോളറിനെതിരെ രൂപയുടെ വിനിമയ നിരക്ക്, സ്വർണത്തിന്റെ രാജ്യാന്തര വില, കസ്റ്റംസ് ഡ്യൂട്ടി, സ്വർണം ഇറക്കുമതി ചെയ്യുന്ന ബാങ്കുകളുടെ നിരക്ക് എന്നിവയാണ് സ്വർണ്ണവില നിശ്ചയിക്കുന്നതിന്റെ അടിസ്ഥാന ഘടകങ്ങൾ. ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം ഇറക്കുമതി ചെയ്യുന്ന ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളിൽ ഒന്നാണ് ഇന്ത്യ. വിവാഹ സീസൺ അടുത്തിരിക്കെ കേരളത്തിലെ ജ്വല്ലറികളിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം, മണ്ണുത്തി. മെഗാ ലക്കി ഡ്രോയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആൻഡ് സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. മേച്ചേരി സിൽസ് ഒരുക്കുന്ന ഓണക്കോടി 2025 ഓണം ഫെസ്റ്റീവ് കളക്ഷന്റെ ഭാഗമാകാൻ നിങ്ങൾ റെഡിയാണോ? 1,999 അബോ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു സമ്മാന കൂപ്പൺ ലഭ്യമാകും. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫസ്റ്റ് പ്രൈസ് ഫ്രിഡ്ജ്, സെക്കൻഡ് പ്രൈസ് TV ആൻഡ് തേർഡ് പ്രൈസ് ഹോം അപ്ലയൻസസ്. മെഗാ ലക്കി ഡ്രോ ഓഫേഴ്സിനോടൊപ്പം നിങ്ങൾക്ക് ഡെയിലി ലക്കി ഡ്രോ ഓഫേഴ്സും സ്വന്തമാക്കാം. 1,999 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന സമ്മാന കൂപ്പണിൽ നിന്നും ദിവസേനയുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഹോം അപ്ലയൻസസ് സമ്മാനമായി നൽകുന്നതാണ്. അതുകൂടാതെ 5,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 250 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് സമ്മാനം. വീണ്ടും വാർത്തയിലേക്ക്. വടക്കാഞ്ചേരിയിലെ സ്വകാര്യ ധനമിടപാട് സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് 12 ലക്ഷത്തിലധികം രൂപ തട്ടിയ കേസിൽ യുവതി പിടിയിൽ. പീച്ചി സ്വദേശിനി ശിവപ്രിയയാണ് അറസ്റ്റിലായത്. നേരിൽ വിദ്യാർത്ഥികളെ ചേംബറിൽ വെച്ച് നേരിൽ കണ്ട് സംവദിച്ച് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ. തൃശൂർ സിറ്റി പോലീസ്
പൊതുജനങ്ങൾക്കായി നടപ്പിലാക്കി വരുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് നേരിട്ടറിയുവാനും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളുടെ നൂതനമായ ആശയങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണറുമായി പങ്കുവയ്ക്കുന്നതിനുമായി സംസ്ഥാനത്തെ പോലീസ് ജില്ലകളിൽ ആദ്യമായി തൃശൂർ സിറ്റി പോലീസ് ജില്ലയിലെ 50ഓളം കോളേജുകളിലെ കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൽ പ്രവർത്തിച്ചുവരുന്ന വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നതിന്റെ ആദ്യഘട്ടത്തിന്റെ ഭാഗമായി ഇന്ന് ജില്ലയിലെ തെരഞ്ഞെടുത്ത 8ഓളം കോളേജുകളിലെ വിദ്യാർത്ഥികളുമായി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ ആർ IPS സംവദിച്ച് നേരിൽ എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളുമടക്കം 50ഓളം പേർ പങ്കെടുത്ത ആദ്യ ദിനത്തിൽ തന്നെ തൃശൂർ സിറ്റി പോലീസ് വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കുമിടയിൽ ലഹരി വ്യാപനം തടയുന്നതിനായി നടപ്പിലാക്കി വരുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ പിന്തുണ പ്രഖ്യാപിക്കുകയും പോലീസ് നടപ്പിലാക്കേണ്ട പുതിയ ആശയങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണറുമായി പങ്കുവയ്ക്കുകയും കൂടാതെ സ്ത്രീകളും വിദ്യാർത്ഥികളും യാത്രാവേളകളിൽ അനുഭവിക്കുന്ന വിവിധ തലത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ശ്രദ്ധയിൽപ്പെടുത്താനുള്ള വേദി കൂടിയായി മാറി തൃശൂർ സിറ്റി പോലീസിന്റെ നേരിലെന്ന ജനകീയ പദ്ധതി. ഒരു കോളേജിൽ നിന്ന് 5 വിദ്യാർത്ഥികളും കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ചാർജുള്ള അധ്യാപകരും സഹിതം ഓരോ ആഴ്ചയിലും 8 ക്യാമ്പസുകളിൽ നിന്നായി ഒക്ടോബർ 2-ന് ഗാന്ധി ജയന്തി വാരാഘോഷം വരെ ഒരു മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന സംവാദത്തിൽ 250ഓളം വിദ്യാർത്ഥികളുമായി സംവദിക്കാനാണ് പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. വിദ്യാർത്ഥികളെയും ക്യാമ്പസുകളെയും അടുത്തറിയുക, അവരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുക, ലഹരിയുടെ വ്യാപനം ഉപയോഗവും വിദ്യാർത്ഥികളിൽ നിന്നും ക്യാമ്പസുകളിൽ നിന്നും തുടച്ചുമാറ്റുക, ശോഭനമായ ഭാവി ജീവിതത്തിലേക്ക് വേണ്ട നേർക്കാഴ്ച വിദ്യാർത്ഥികൾക്ക് നൽകുക എന്നിവയാണ് സംവാദത്തിന്റെ ലക്ഷ്യം. വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള 5 സംവാദങ്ങൾ കൂടി നടത്തി കഴിയുമ്പോൾ വിദ്യാർത്ഥികളും പോലീസുമായുള്ള ബന്ധം ഏറെ ഊഷ്മളമാവുമെന്നും ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്ക് സമാധാനപരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ സാധിക്കുമെന്നും ആദ്യഘട്ടത്തിൽ തന്നെ വിദ്യാർത്ഥികൾ ഏറെ ആവേശത്തോടെയാണ് നേരിലെന്ന പദ്ധതി ഏറ്റെടുത്തതെന്നും സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ ആർ IPS അറിയിച്ചു. വീട്ടിൽ അതിക്രമിച്ചു കയറി ഭാര്യയുടെ ബന്ധുക്കളെ ആക്രമിച്ച് മാനഹാനി വരുത്തുകയും കാർ തല്ലിപ്പൊളിക്കുകയും ചെയ്ത കേസിൽ ഭർത്താവ് റിമാൻഡിലേക്ക്. 2025 ഓഗസ്റ്റ് 18-ന് വൈകിട്ട് 6 മണിയോടെ പരാതിക്കാരി കുടുംബവുമായി താമസിക്കുന്ന പുത്തൻപീടികയിലുള്ള വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി വന്ന് ഇടിവള കൊണ്ട് പരാതിക്കാരിയെയും ഭർത്താവിനെയും ആക്രമിക്കുകയും പരാതിക്കാരിക്ക് മാനഹാനി വരുത്തുകയും വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകളെയും മറ്റും അസഭ്യം പറയുകയും വീട്ടിലുണ്ടായിരുന്ന കാർ തല്ലിപ്പൊളിച്ച് നാശനഷ്ടം വരുത്തുകയും ചെയ്ത സംഭവത്തിനെ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലെടുത്ത കേസിലെ പ്രതിയായ തളിക്കുളം കച്ചേരിപ്പടി സ്വദേശി കുന്നത്തുപറമ്പിൽ വീട്ടിൽ ഷക്കീർ എന്നയാളെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. പരാതിക്കാരിയുടെ മകളുടെ ഭർത്താവാണ് ഷക്കീർ. പരാതിക്കാരിയുടെ മകൾ ഷക്കീറുമായി വേർപിരിഞ്ഞ് കഴിയുന്നതിന്റെ വൈരാഗ്യത്താലാണ് ആക്രമണം നടത്തിയത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ SHO സരിൽ AS, SI അഫ്സൽ, GSI സജീവ്, GS CPO ഷാനവാസ്, CPO ഷാജഹാൻ തുടങ്ങിയവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഓണക്കോടി 2025 ഓണം ഫെസ്റ്റീവ് കളക്ഷനുമായി ഒല്ലൂരിൽ മേച്ചേരി സിൽക്ക് ഒരുങ്ങി. 2 വർഷം കൂടെയുണ്ടായിരുന്ന തൃശൂരിലെ ജനങ്ങൾക്ക് നന്ദിയുമായി ഒല്ലൂർ ഗവൺമെന്റ് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് സമീപം പ്രവർത്തിക്കുന്ന മേച്ചേരി സിൽക്സ് ഒരുക്കിയിരിക്കുന്നത് മെഗാ ലക്കി ഡ്രോയും മറ്റ് 2 പുതുപുത്തൻ സമ്മാനങ്ങളുമാണ്. ഓണത്തിനോടനുബന്ധിച്ച് പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കളെയാണ് മെഗാ ലക്കി ഡ്രോ കാത്തിരിക്കുന്നത്. മെഗാ ലക്കി ഡ്രോയിലൂടെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന സമ്മാനങ്ങളും ഗിഫ്റ്റ് വൗച്ചറുകളും ഉപഭോക്താക്കൾക്ക് ലഭിക്കും. 1999 രൂപയുടെ ഓരോ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ ഉപഭോക്താവിന് നൽകും. ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് 1ാം സമ്മാനമായി ഫ്രിഡ്ജും 2ാം സമ്മാനമായി ടിവിയും 3ാം സമ്മാനമായി മറ്റ് ഗൃഹോപകരണങ്ങളും ലഭിക്കും. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 30 വരെയുള്ള കാലയളവിൽ പർച്ചേസ് ചെയ്യുന്നവർക്കുള്ളതാണ് ഈ ഓഫർ. 1999 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്ക് ഡെയിലി ലക്കി ഡ്രോയിലൂടെ സമ്മാനങ്ങൾ നേടാം. പർച്ചേസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന സമ്മാന കൂപ്പണിൽ നിന്ന് ദിവസേന ഒരു ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കും. ഈ ഭാഗ്യശാലിക്ക് ഒരു ഗൃഹോപകരണം സമ്മാനമായി നൽകും. 5000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 250 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകളും മേച്ചേരി സിൽക്സ് ഒരുക്കിയിട്ടുണ്ട്. ഓഗസ്റ്റ് 17-നും സെപ്റ്റംബർ 4-നും ഇടയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്കാണ് ഡെയിലി ലക്കി ഡ്രോ ഓഫറിലൂടെ സമ്മാനങ്ങൾ ലഭിക്കുക. മേച്ചേരി സിൽക്സ് ഒല്ലൂർ 2ാം വർഷത്തിൽ ഓണത്തിനോടനുബന്ധിച്ച് 2 പുതുപുത്തൻ സമ്മാനങ്ങളാണ് വേറെ ഒരുക്കിയിട്ടുള്ളത്. ജെൻസ് എക്സ്ക്ലൂസീവ് സെക്ഷനും ഡെയിലി വെയർ സെക്ഷനുമാണ് ജെൻസിനായി മേച്ചേരി സിൽക്സ് ഒരുക്കിയിട്ടുള്ളത്. 2999 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് പ്രത്യേക ഗിഫ്റ്റ് വൗച്ചർ സമ്മാനമായി ലഭിക്കും. ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 30-നുള്ളിൽ വരെ പർച്ചേസ് ചെയ്യുന്നവർക്കാണ് ഈ ഓഫർ ലഭിക്കുക. ഓട്ടോ V-സ്റ്റാർ
ക്ലർക്ക്, ഗാബിൾ, VIP, പാൻ അമേരിക്ക, സീറോ, ജോക്കി തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകൾ ജെൻസ് എക്സ്ക്ലൂസീവ് സെക്ഷനിലുണ്ട്. ഒല്ലൂർ മേച്ചേരി സിൽക്സിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി 5000 ചതുരശ്രയടി വിസ്തൃതിയിലാണ് വിശാലമായ ജെൻസ് ഫ്ലോർ ഒരുക്കിയിട്ടുള്ളത്. മേച്ചേരി സിൽക്സ് വാഗ്ദാനം ചെയ്ത 2ാമത്തെ പുതുപുത്തൻ സമ്മാനം ഡെയിലി വെയർ സെക്ഷനാണ്. 2000 ചതുരശ്രയടി വിസ്തൃതിയിലുള്ളതാണ് ഡെയിലി വെയർ സെക്ഷൻ. ഡെയിലി വെയർ, ഇന്നർ വെയർ, വസ്ത്രം മാറാനുള്ള വിശ്രമമുറി, ഹോം ഫർണിഷിംഗ് തുടങ്ങിയവ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മെഗാ ലക്കി ഡ്രോയിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആൻഡ് സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. മേച്ചേരി സിൽക്സ് ഒരുക്കുന്ന ഓണക്കൊടി 2025 ഓണം ഫെസ്റ്റീവ് കളക്ഷന്റെ ഭാഗമാകാൻ നിങ്ങൾ റെഡിയാണോ? 1,999 അബോ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു സമ്മാന കൂപ്പൺ ലഭ്യമാകും. അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് ഫസ്റ്റ് പ്രൈസ് ഫ്രിഡ്ജ്, സെക്കൻഡ് പ്രൈസ് TV ആൻഡ് തേർഡ് പ്രൈസ് ഹോം അപ്ലയൻസസ്. മെഗാ ലക്കി ഡ്രോ ഓഫേഴ്സിനോടൊപ്പം നിങ്ങൾക്ക് ഡെയിലി ലക്കി ഡ്രോ ഓഫേഴ്സും സ്വന്തമാക്കാം. 1999 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന സമ്മാന കൂപ്പണിൽ നിന്നും ദിവസേനയുള്ള തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഹോം അപ്ലയൻസസ് സമ്മാനമായി നൽകുന്നതാണ്. അതുകൂടാതെ 5000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 250 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചേഴ്സ് സമ്മാനം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയം ടെക്നിക്കൽ ടീം സന്ദർശിച്ചു. മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനം സദ്ഭാവന ദിനമായി ആചരിച്ചു. തൃശൂരിൽ സവർക്കറുടെ കോലത്തിൽ ചെരിപ്പുമാല ഇടുവാനുള്ള KSU ശ്രമം പോലീസ് തടഞ്ഞു. വിശുദ്ധ എയൂപ്രാസിയ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിനെ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെയ്സൺ പൂനംപ്ലാക്കൽ കൊടിയേറ്റി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.